ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന തിരുവനന്തപുരത്തെ ക്ഷേത്ര ദർശനങ്ങളുടെ വിശേഷങ്ങളാണ്. ആദ്യം പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ചില സ്റ്റാഫിന് കുറച്ച് അരഗൻ്റ് സ്വഭാവം ഉണ്ടെങ്കിലും നമുക്ക് പത്മനാഭനെ കാണാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന പാൽപ്പായസമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ വേറെ ഒരിടത്ത് ഇത്രയും നല്ല പാൽപ്പായസം കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. നിങ്ങളൊന്ന് കഴിച്ചിട്ട് പറയുക. പുറത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ അകത്ത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കുക. എപ്പോഴും നല്ല തണുപ്പാണ്, പോയിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ ഇപ്പോൾ ഈ മണ്ഡപത്തിലൊന്നും നമ്മളെ കയറ്റാറില്ല. പതിവ് പോലെ മലയാളികളെക്കാളേറെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് ആറ്റുകാലായിരുന്നു. അപ്പോൾ ഈ നാരങ്ങ വിളക്ക് പരിപാടിയൊക്കെ വന്നിട്ട് ഒരു 20 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കഴിക്കാനുള്ള പ്രസാദങ്ങളെന്ന് പറയുന്ന ഉണ്ണിയപ്പവും അരവണയാണ്. പിന്നെ ചില സമയം നമുക്ക് പോകുമ്പോൾ പഞ്ചാമൃതം കിട്ടാറുണ്ട്. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ണിയപ്പം കുഴപ്പമില്ല, നമുക്ക് മേടിച്ച് കഴിക്കാവുന്നതാണ്. ഒരു നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ഏതാണ്ട് ഒരു ശബരിമല ഉണ്ണിയപ്പത്തിനോട് ചെറിയ സാമ്യം നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പാർക്ക് ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ പോയത് മലയങ്കഴി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ആറാട്ട് ഹെവിയാണ്.